ഇന്ന് വളരെ 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 വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ മിത ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇത് പഴയ പോലത്തെ വീഡിയോസ് അല്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല, ഓഡിയോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കാം. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. പക്ഷേ ഞാനൊരു യൂട്യൂബർ ആകുമെന്നോ എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കിട്ടിയ കാലം മുതൽക്കേ നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പം അന്ന് മുതൽക്ക് തന്നെ എനിക്ക് ഒരുപാട് 2-3 ചാനലുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുപോലെ ഉള്ള ചാനലുകൾ തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് മുതലേ എനിക്കൊരു ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ചിന്ത എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ഒരു ചാനൽ എനിക്കും തുടങ്ങണം. പക്ഷെ എങ്ങനെ തുടങ്ങും, അത് വിജയിക്കുമോ, അതെന്താവും, നാണക്കേട്, എന്താവും, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ വല്ലാതെ അലട്ടും. അപ്പോൾ വിചാരിക്കും വേണ്ട, എങ്ങനെ തുടങ്ങണമെന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇങ്ങനെ ആഗ്രഹങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ഒതുക്കി നടന്നിരുന്നതാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ചാനലുണ്ടെന്നും അത് 1,00,000 സബ്സ്ക്രൈബർ ആവാൻ പോകുന്നെന്നും അറിഞ്ഞത്. വേറെ ആരുടെയും ചാനലല്ല, എൻ്റെ മോളുടെ. അതും 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു എൻ്റെ മോളിലൊരു ചാനൽ, ഒരു റഷ്യൻ ഒരു കാർട്ടൂൺ വെച്ചിട്ടുള്ള ഒരു ചാനലായിരുന്നു. അവളതൊരു ഹോബീസ് പോലെ തുടങ്ങിയതായിരുന്നു. പക്ഷേ അത് ക്ലിക്കായി. അപ്പോൾ 1,00,000 സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് എത്തുവാറായപ്പോഴാണ് നമ്മൾ അങ്ങനെ ചാനലുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഇങ്ങനെ യൂട്യൂബ് ഒരു ചാനൽ നമുക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ബോധം നമുക്ക് വന്നത്. അങ്ങനെ ആ ചാനൽ ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവുകയും അതുപോലെ തന്നെ 1,00,000 സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ ആ ഒരു കഴിഞ്ഞ വർഷം 2024 തന്നെ ഞങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടുകയും ചെയ്തു. ആ ചാനൽ 2023 തുടങ്ങിയ ചാനലാണ്. ഒരു വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്കത് മോണിയാവുകയും പിന്നെ അതുപോലെ തന്നെ ചാനൽ പ്ലേ ബട്ടൺ കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴാണ് എനിക്കൊരു ചാനൽ തുടങ്ങാം എന്ന് ഞാൻ പിന്നീട് ആലോചിക്കണത്. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, അപ്പം തന്നെ വേഗം ഞാനൊരു ചാനൽ തുടങ്ങി. പക്ഷേ ഇതിൻ്റെ പേര് വേറെ ആയിരുന്നു. മാസ്റ്റർ മെഹദ് എന്ന പേരിലാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത്. അതെനിക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടല്ല, മോൻ്റെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആഡാക്കിയിട്ട്, മെഹദ് എന്ന് പറഞ്ഞൊരു മോനുണ്ട് എനിക്ക്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ആഡാക്കിയിട്ട് ഒരു ചാനൽ തുടങ്ങുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. ഒരു ചാനൽ തുടങ്ങിയാൽ ആരും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരാൾക്കും ഒരു കുന്തും അറിയില്ല. എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നോ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോയെന്നോ ഒന്നും അറിയില്ല. നമ്മളൊരു ചാനൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് എന്താണ് ഏതാണ് എന്നൊക്കെ പഠിക്കുക. അങ്ങനെ പഠിച്ച് ഞാനും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയിരിക്കുകയാണ്. ഒരു വർഷം ഒരു 3 മാസം എടുത്ത്, അതായത് 2024 ജനുവരി 5-ാം തീയതിയാണ് സ്റ്റാർട്ടാക്കിയത്. പിന്നെ 2025 മാർച്ച് 18-ാം തീയതിയാണ് എൻ്റെ ചാനൽ മോണിയായത്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനൊക്കെ നല്ലത് ഞാൻ എങ്ങനെയാണ് ഇത് മോണിയാക്കിയെടുത്തതിനെ കുറിച്ചിട്ടുള്ള ഒരു യാത്ര അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെ കൂടുതൽ ലെങ്തായിപ്പോയി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ഒരു ചെറിയ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം, എന്നാലേ ഇത് മുഴുവിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആക്കിയെടുത്തത് എന്നുള്ളതും പിന്നെ ഇതിൽ തമ്പനയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യവും ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ അടുത്ത് തന്നെ എന്ന് വെച്ചാൽ ഈ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ വീഡിയോയും കൂടി കാണുക. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഞാൻ എൻ്റെ ചാനലിനെ കൊണ്ടുവരാൻ, അതായത് സബ്സ്ക്രൈബർ കൂട്ടാനും അതുപോലെ വാച്ച് അവർ കൂട്ടാനും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വിശദമായിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ
കുറേ പറയാനുണ്ട്. ഞാൻ ഒരു വർഷത്തെ ഒരനുഭവം 1.25 വർഷത്തെ അനുഭവം എനിക്കുണ്ട് ഒരു ചാനലിൽ. എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ പാടും, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് പറയണമല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടിയും ലെങ്ത്തായി പോകും. അപ്പോൾ അതൊരൊറ്റ വീഡിയോയിൽ മുഴുവിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വേറെന്താ പറയുക, വേറെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നന്ദിയാണ്. എന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദിയുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ഫാമിലി തന്നെയാണ്. അവരുടെ കട്ട സപ്പോർട്ടാണ് കേട്ടോ ഞാനിതാ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ടുള്ള പുതിയ സബ്സ്ക്രൈബേഴ്സിനും പഴയ എൻ്റെ യൂട്യൂബ് ഫാമിലിക്കും നന്ദി, നമസ്കാരം.